ഹലോ ഹായ് നമസ്കാരം. ഓടും കുതിര ചാടും കുതിര അൽതാഫ് സലീം ഡയറക്റ്റ് ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായിട്ട് അഭിനയിച്ച പുതിയ സിനിമയാണ്. അപ്പോൾ സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്, ഒരു ഡാർക്ക് ഹ്യൂമർ ടൈപ്പാണ്. അപ്പോൾ ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു നോർമൽ ഒരു മനുഷ്യൻ്റെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി എത്രത്തോളം അയാളുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര കോമഡി ഇത് ചെയ്തിട്ട് ഡാർക്ക് ഹ്യൂമർ ഒരുപാട് ഇത് ചെയ്തിട്ടാണ് ഈ സിനിമ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ ഓക്കെ ആയിരുന്നു, കണ്ടിരിക്കാൻ ഓക്കെയാണ്. പക്ഷേ എല്ലാവർക്കും ഈ സിനിമ കണക്റ്റ് ആവില്ല. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആ സിനിമയുടെ ഒരു ലെവലിലേക്ക് നമ്മളൊരു ഇന്നാവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു ഫിലിം തന്നെയാണ് ഓടും കുതിര ചാടും കുതിര. ഈ സിനിമയുടെ മെയിൻ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഫഹദ് ഫാസിലാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്, കല്യാണിയാണ് നായികയായിട്ട് വരുന്നത്. അപ്പോൾ ഫഹദ് ഫാസിൽ നല്ല അടിപൊളിയായിട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്. അപ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ടാണ് ഈ റോള് ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ സ്പേസ് ഫഹദിനെ അപേക്ഷിച്ച് ഭയങ്കര കുറവാണ് കല്യാണിക്ക്, എന്നാലും നന്നായിട്ട് തന്നെ പുള്ളിക്കാരത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ വിനയ് ഫോർട്ട് ഉണ്ട്, ലാല് ഭയങ്കര ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ലാലിൻ്റെ ഒരുപാട് കോമഡി സീനുകൾ ഉണ്ടായിരുന്നു സിനിമയിൽ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ബാസ് സൗണ്ട് തന്നെ ട്രോൾ ചെയ്തിട്ട് ഒരുപാട് കോമഡീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. വിനയ് ഫോർട്ടും ഉണ്ട്, വിനയ് ഫോർട്ട് കൊള്ളായിരുന്നു. പിന്നെ ധ്യാൻ ശ്രീനിവാസനുണ്ട്, സുരേഷ് കൃഷ്ണ, വിനീത് ചാക്യാർ, രേവതി എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ട്. പുള്ളിക്കാരത്തി നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ നന്നായിട്ട് തന്നെ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അൽത്താഫിൻ്റെ മേക്കിങ്ങും അടിപൊളിയായിരുന്നു. ഇതൊരു ഒരു പ്രത്യേക തരത്തിലാണ് സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് സിനിമ കണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവും. ജസ്റ്റിൻ വർഗീസ് ആണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കും അത്യാവശ്യം കൊള്ളായിരുന്നു. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു വെറൈറ്റി സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഡാർക്ക് ഹ്യൂമറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. ആ ഒരു ജോണറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ശരിക്കും കണക്റ്റ് ആവും ഈ സിനിമ. എനിക്കെന്തായാലും നന്നായിട്ട് കണക്റ്റായി, എനിക്കിഷ്ടപ്പെട്ടു. ഒരു 2.5 ഔട്ട് ഓഫ് 5 കൊടുക്കാം ഈ സിനിമക്ക് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.